വളാഞ്ചേരി ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ MES സെൻട്രൽ സ്കൂളിൽ സിൽവർ ജൂബിലി സമാപന സമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 70 വർഷം പിന്നിട്ടിട്ടും എയ്ഡഡ് മേഖലയിൽ ഒരു ദളിതന് പോലും ജോലി നൽകിയിട്ടില്ലെന്നത് ഏവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡോക്ടർ എൻ കെ മുഹമ്മദ് സാഹിബിന്റെ പേരിലുള്ള പ്രഥമ അവാർഡ് ചടങ്ങിൽ മന്ത്രി KT ജലീലിന് സമ്മാനിച്ചു. പുരസ്കാരം നാടിന് സമർപ്പിക്കുന്നതായി ഡോക്ടർ KT ജലീൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. യോഗാധ്യക്ഷൻ MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കടവനാട് മുഹമ്മദ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. മുഖ്യാതിഥിക്കുള്ള പുരസ്കാരം N അബൂബക്കർ ഹാജി നൽകി. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി O ആനന്ദിനുള്ള അവാർഡ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നൽകി. രജത ജൂബിലി സുവനീർ പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ PTM ചീഫ് കോർഡിനേറ്റർ VP അബൂബക്കറിന് നൽകി പ്രകാശനം ചെയ്തു. വൈക്കുത്തൂർ സ്വദേശി പുഷ്പലത സഹായ ഫണ്ടിലേക്കുള്ള 1 ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ കൈമാറി. സ്തുത്യർഹ്യ സേവനത്തിനുള്ള അംഗീകാരം അധ്യക്ഷൻ ശശി മോങ്ങത്തിന് MES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് N അബ്ദുൽ ജബ്ബാർ കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് രജത ജൂബിലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. V മൊയ്തുട്ടി, CT സക്കീർ ഹുസൈൻ, OC സലാഹുദ്ദീൻ, ചേക്കു ഹാജി, PP ഹമീദ്, സ്കൂൾ SMC അംഗങ്ങൾ, PTA പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാവിലെ നടന്ന മോണ്ടിസോറി കുട്ടികളുടെ പരിപാടിയിൽ കുട്ടിപ്പട്ടുറുമാൽ മൈലാഞ്ചി ഫെയിം മാസ്റ്റർ അർഷദ് കമാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ NM മുജീബ് റഹ്മാൻ ചടങ്ങിൽ സ്വാഗതവും സ്കൂൾ സെക്രട്ടറി VP കുഞ്ഞു മുഹമ്മദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇത് വ്യക്തിപരമായ എന്റെ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും നേട്ടമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ ആരുമാകുമായിരുന്നില്ല എന്ന് കരുതിയിരുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് താങ്ങും തണലുമായി നിലകൊണ്ടത് ഈ നാട്ടുകാരാണ്. ഒരുപാട് ആളുകൾ പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയമായി എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ അതിന് കൂട്ടുനിൽക്കാതെ എനിക്ക് കൈത്താങ്ങ് നൽകി എന്നോടൊപ്പം നിന്ന എൻ്റെ നാട്ടുകാരില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് എത്തിപ്പെട്ട സ്ഥാനത്തൊന്നും എനിക്ക് എത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അംഗീകാരം ഈ നാട്ടിലെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് എന്ന്. ഡോക്ടർ NK പോലെയുള്ള ആളുകളുടെ സാന്നിധ്യം ഒരു നാടിനെ പുഷ്കലമാക്കുമെന്നുള്ളതിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവില്ല. നമ്മളോടൊപ്പം നമ്മളുടെ നാടും നാട്ടുകാരും പുരോഗമിക്കണം, അഭിവൃദ്ധിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം നാട്ടിൽ കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് NK പോലെ ഒരാളെ അനുസ്മരിക്കുന്നത് പോലും ഒരു പുണ്യമാണ് എന്ന് ഞാൻ കരുതുന്നു.